ചതയ നക്ഷത്രത്തിലെ ചില ആളുകൾ അങ്ങനെ നോർമലായിട്ട് വളരുകയൊന്നുമില്ല. മിക്ക ചതയ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ജീവിതവും ഭയങ്കര ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരിക്കും. വിചാരിക്കാത്ത സംഭവങ്ങൾ എപ്പോഴും അവരുടെ ജീവിതത്തിൽ നടക്കാറുണ്ട്. നിങ്ങൾ അതിൽ പെട്ട ഒരാളായിരിക്കും. മാർച്ച് മാസം ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കി, ഡയറക്ഷൻ ഇല്ലാത്ത പോലെ ഒരു ഫീലൊക്കെ നിങ്ങൾക്ക് മാർച്ച് അവസാനമാകുമ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. ചതയ നക്ഷത്രക്കാരെ കുറിച്ച് എല്ലാവരും പറയണ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, യുണീക്കാണ്, അവരെ പോലെ അവർ മാത്രമേ ഉള്ളൂ, ഇൻഡിപെൻഡൻ്റ് ആണ്, അവർക്ക് അങ്ങനെ ആരുടെയും കീഴിൽ നിൽക്കാനൊന്നും ഇഷ്ടമല്ല. പക്ഷെ ആരും പറയാത്ത ഒരു ഹിഡൻ ട്രൂത്ത് എന്താ വെച്ചാൽ ഇന്നോവേഷൻ കിങ് ആണ്. പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇവർ ചെയ്യും. നിങ്ങൾ സാധാരണ ആളുകളെ പോലെ തിങ്ക് ചെയ്യാറും ഇല്ല. കുറച്ച് ഡിഫറെൻ്റ് ഐഡിയാസ് ഒക്കെ മനസ്സിലെപ്പോഴും ഉണ്ടാവും. ലക്ക് നന്നായിട്ട് ആക്ടിവേഷൻ പവർ ഉണ്ടാവും. കറക്റ്റ് ടൈമിൽ കറക്റ്റ് പ്ലേസിൽ നിങ്ങൾ എന്തായാലും എത്തും. സഡൻ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടും. മറ്റൊരു ഇടൻ സൈഡ് എന്താ വെച്ചാൽ ലോണൽ എനർജിയാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഭയങ്കര ശക്തി ഉള്ളവരായിരിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടം. അതും കൊണ്ട് വളരെ ആഴത്തിൽ നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്താ വെച്ചാൽ ഐസൊലേഷനാണ്, ഓവർ തിങ്കിങ്ങും ഉണ്ട്, അൺപ്രഡിക്റ്റബിൾ ഡിസിഷനും ഉണ്ട്. പോസിറ്റീവ് സൈഡ് എന്താ വെച്ചാൽ നല്ല ഇൻ്റലിജൻ്റ് ആണ്, ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. അതൊരു പ്രത്യേകത തന്നെയാണ്. ചിലപ്പോൾ ജീവിത അവസാനം വരെയും ഭാഗ്യമില്ലാത്ത ചതയ നക്ഷത്രക്കാരും ഉണ്ട്. നിങ്ങൾക്കൊരു ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഐഡിയ ഉണ്ട്. നിങ്ങൾക്ക് സക്സസ് ആവാൻ ആ ഐഡിയ മാത്രം ഉപയോഗിച്ചാൽ മതി. ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ കൺഫ്യൂഷൻ ആയിരുന്നു എല്ലാത്തിലും. ഡയറക്ഷൻ കറക്റ്റായി കിട്ടണില്ല. ഒറ്റയ്ക്കായതും കൊണ്ട് തന്നെ, ഒറ്റയ്ക്ക് പണിയെടുത്തതും കൊണ്ട് തന്നെ കുറേ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. എന്ത് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ, ഞാൻ ഇത് കറക്റ്റാണോ എന്നുള്ള വിചാരമൊക്കെ ഉണ്ടായിരുന്നു. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ കുറച്ച് അൺസ്റ്റേബിൾ ആയിരുന്നു. വിചാരിക്കാത്ത ചിലവുകൾ ഒക്കെ നന്നായിട്ട് വന്നു. ഫൈനാൻഷ്യൽ കൺഫ്യൂഷൻ വന്നു, എന്ത് ചെയ്യണം എന്നുള്ളത്. റിലേഷൻഷിപ്പിൽ കുറച്ച് ഡിസ്റ്റൻസ് വന്നു. ഇമോഷണലി കുറച്ച് ഗ്യാപ്പ് വന്നു. സംസാരം കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് എന്താ വെച്ചാൽ ഭയങ്കര ഓവർ തിങ്കിങ് ആണ്. ഒറ്റയ്ക്കായി പോയിട്ടുണ്ടാവും. ഒറ്റയ്ക്കായിരിക്കും കൂടുതലും. എന്താണ് അടുത്തത് എന്നൊരു ഡൗട്ട് നന്നായിട്ടുണ്ടാവും. മാർച്ച് മാസം നിങ്ങളെ ഒന്ന് ടെക്സ്റ്റ് ചെയ്തു, ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഏപ്രിൽ മാസത്തിൽ അങ്ങനെയല്ല. ഒരു ഓപ്പർച്യൂണിറ്റി ഏപ്രിൽ ആദ്യം തന്നെ കിട്ടും. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഏപ്രിൽ മാസത്തിൽ നോക്കണ്ട. വിചാരിക്കാത്ത ഒരു ഗ്രോത്ത് അതിലുണ്ടാവും. പുതിയൊരു വഴി നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടും. അതിലൂടെ പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ വിചാരിക്കാത്ത ഒരു സമ്പത്ത് നിങ്ങൾക്ക് വരും. സർപ്രൈസ് ഇൻകം, ഒരു ലക്ക് ബേസ്ഡ് ആണ്. ഓൺലൈൻ ക്രിയേറ്റീവ് ഇൻകം ചാൻസ് ആണ് കൂടുതലും കാണുന്നത്. അതായത് ജാക്ക്പോട്ട് ടൈപ്പ് മൂവ്മെൻറ്റ്, ലോട്ടറി ഒക്കെ അടിക്കാൻ സാധ്യത കൂടുതലാണ് ഏപ്രിൽ മാസത്തിൽ. എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ് നല്ല പീക്കിൽ എത്തും. അതായത് നിങ്ങൾക്ക് റിസൾട്ടൊക്കെ എന്തായാലും വരും. പഠിക്കണവരാണെങ്കിൽ റിസൾട്ടിൽ വിജയ സാധ്യത നന്നായിട്ട് തന്നെ ഉണ്ട്. റിലേഷൻഷിപ്പിൽ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ഏപ്രിൽ റിലേഷൻഷിപ്പ് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ഉള്ളത് ചിലപ്പോൾ വിട്ടുപോകാനും സാധ്യതയുണ്ട്, പുതിയത് വരാനും സാധ്യതയുണ്ട്. ചിലർക്ക് പഴയ ആൾക്കാർ തിരിച്ചു വരും. അവർ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാണ്ട് കുറച്ച് ബൗണ്ടറിയിൽ നിർത്തുന്നതായിരിക്കും നല്ലത്. ബിസിനസ്സിൽ പുതിയ ഐഡിയ എന്തായാലും സക്സസ് ആവും. അതിൽ ലാഭം എന്തായാലും ഉണ്ടാവും. ഓൺലൈൻ ഗ്രോത്ത് എന്തായാലും ഉണ്ടാവും. റിസ്ക് എടുത്താൽ എന്തായാലും വലിയൊരു ബ്രേക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ എന്തായാലും ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കാത്ത ഒരു സംഭവം ഏപ്രിലിൽ എന്തായാലും നടക്കും. നിങ്ങളുടെ ലൈഫ് ചെറിയൊരു വ്യത്യാസം വരും.